ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോ റോൾ ഓഫ് ഫാർമകോഗ്നസി ഇൻ അലോപ്പതി. അപ്പോൾ അലോപ്പതിയിൽ ഫാർമകോഗ്നസിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. അലോപ്പതി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അപ്പോൾ ഗ്രീക്ക് വേർഡായിട്ടുള്ള അലോസ് ആൻഡ് പത്തോസ് എന്ന് പറയുന്ന രണ്ട് വേർഡിൽ നിന്നാണ് അലോപ്പതി ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അലോസ് മീൻസ് അതർ ഓർ ഡിഫറെൻറ്റ്. പാത്തോസ് മീൻസ് ഡിസീസ് ഓർ സഫറിങ്. അപ്പോൾ ഇൻ കോമ്പിനേഷൻ അതിൻ്റെ മീനിങ് എങ്ങനെ വരും? അതർ ദാൻ ദി ഡിസീസ്. അതാണ് അലോപ്പതി. അപ്പോൾ അലോപ്പതി എന്ന് പറയുന്ന ടേം സാമുവൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അലോപ്പതി എന്ന് പറയുന്ന ടേം എപ്പോഴാണ്? ഏർലി 90th സെഞ്ച്വറിയിലാണ് സാമുവൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അലോപ്പതി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അലോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു മെഡിസിനാണ് അലോപ്പതി. അപ്പോൾ ഈ സിസ്റ്റം ഓൾ ഓവർ ദി വേൾഡ് സ്പ്രെഡാണ്. മെനി കൺട്രീസ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കാരണം, എമർജൻസിയിലെല്ലാം ഈ ഡ്രഗിൻ്റെ എഫക്റ്റീവ്നെസ് കാരണം മെനി കൺട്രീസ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അലോപ്പതി സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഡ്രഗ് ഓറിയൻറ്റഡ് മെത്തഡോളജി വെച്ചിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അലോപ്പതിക് സിസ്റ്റം വർക്ക് ചെയ്യുക. ഏതൊക്കെയാണ് 3 കാര്യം? ഫസ്റ്റ് വൺ ഹൈപ്പോത്തിസിസ്, സെക്കൻഡ് വൺ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് തേർഡ് വൺ റിസൾട്ട്. ആ എക്സ്പെരിമെൻറ്റ് റിസൾട്ട്. ഇപ്പോൾ മെയിൻ മെത്തഡോളജി എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ മെയിൻ മെത്തഡോളജി എക്സ്പെരിമെൻറ്റേഷൻ തന്നെയാണ്. കാരണം എന്താ? ഈ സിസ്റ്റത്തിൽ ഡോക്ടർ എന്ത് ചെയ്യും? ഒരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നത് സിംറ്റംസ് വെച്ചിട്ടാണ്. അതിൻ്റെ എക്സാക്റ്റ് കോഴ്സ് വെച്ചിട്ടല്ല ഡോക്ടർ എന്ത് ചെയ്യുന്നത്? ഒരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലേ, ഇപ്പം നമ്മൾ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ സ്റ്റൊമക്ക് പെയിനൊക്കെ ആയിട്ട് പോയെങ്കിൽ ഇതെല്ലാം ഒരു സിംറ്റമാണ്. ആ സിംറ്റമിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ നൽകുക. ഈ വയറുവേദന എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ ഹെഡ് ഏക്ക് എന്തുകൊണ്ടാണ് വന്നത്, അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് അലോപ്പതിക് സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് എന്തുകൂടി പറയാറുണ്ട്? എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ അലോപ്പതിക് സിസ്റ്റത്തിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഡ്രഗിന് എന്തുണ്ട്? സൈഡ് എഫക്ട്സ് ഉണ്ട്. പിന്നെ പുവർ പീപ്പിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഡ്രഗും കോസ്റ്റ്ലി ആണ്, ട്രീറ്റ്മെൻറ്റും കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ ഈ സിസ്റ്റത്തിലാണെങ്കിൽ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നത് ഒന്നെങ്കിൽ സിന്തറ്റിക് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സ്, അതായത് പ്ലാന്റ്സ്, അനിമൽസ്, അല്ലെങ്കിൽ മിനറൽ സോഴ്സ് എന്നെല്ലാം ഡിറൈവ് ചെയ്ത കെമിക്കൽ യൂസ് ചെയ്തിട്ടാവാം ഡ്രഗിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം അലോപ്പതിക് സിസ്റ്റത്തിലാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്. അതായത് ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾസ്, ഇഞ്ചക്ഷൻസ്, ടോണിക് എക്സെട്ര. അതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമുലേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡയഗ്നോസിസിനാണെങ്കിലും സർജറിക്കാണെങ്കിലും മോഡേൺ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അലോപ്പതിക് സിസ്റ്റത്തിൽ. ഫാർമകോഗ്നസി പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ഡിസ്കവറി, ക്യാരക്ടറൈസേഷൻ, പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദീസ് ഡ്രഗ്. ഈ അലോപ്പതിക് ഡ്രഗിലുള്ള ഡ്രഗിൻ്റെ പ്രൊഡക്ഷനും സ്റ്റാൻഡർഡൈസേഷനും ഡിസ്കവറിക്കും ഒക്കെ മേജർ റോള് പ്ലേ ചെയ്യുന്നത് ഫാർമകോഗ്നസി തന്നെയാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫാർമകോഗ്നസി യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ടു സ്ക്രീൻ, ക്യാരക്ടറൈസ് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ ഡ്രഗ്. പുതിയ ഡ്രഗിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമകോഗ്നസി യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ട്രീറ്റിംഗ് മൾട്ടിപ്പിൾ ഹ്യൂമൻ ഡിസീസ്. ഇപ്പോൾ നാച്ചുറലി ഒക്വർ ചെയ്യുന്ന ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് മാസ് ക്വാണ്ടിറ്റീസിലോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യും. മാസ് ക്വാണ്ടിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബയോ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫാർമക്കോകൈനറ്റിക്സ് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എഫിക്കസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഈ സിന്തറ്റിക് കോമ്പൗണ്ട് ഇതൊക്കെ മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഡ്രഗിൻ്റെ ഈ എഫക്റ്റൊക്കെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗിന് എക്സാമ്പിളാണ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സൊക്കെ. അപ്പോൾ ഈ നാച്ചുറൽ കോമ്പൗണ്ട്സ് നോവൽ ഡ്രഗ് ഡിസ്കവർ ചെയ്യാനുള്ള ഒരു എക്സലൻറ്റ് മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോവൽ ഡ്രഗിന് ലീഡ് ചെയ്യുന്നത് തന്നെ നാച്ചുറൽ കോമ്പൗണ്ട്സ് ആണ്. നമുക്കറിയാം ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെഡിസിനൽ പ്ലാന്റ് ആണ്. അത് അലോപ്പതി മെഡിസിനിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്
മെഡിസിനാണ് ഡിജിറ്റാലിസ്. കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആക്ഷന് വേണ്ടി അലോപ്പതി മെഡിസിനിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഡിജിറ്റാലിസ്. അപ്പോൾ ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഒരു ഫാർമക്കോഗ്നസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. നമുക്ക് പറഞ്ഞൂടെ അലോപ്പതി എന്ന് പറയുന്നത്, ഫാർമക്കോഗ്നസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലോപ്പതിയിൽ നിന്ന് നമുക്ക് പറയാം. പിന്നെ മെഡിസിനൽ പ്ലാന്റിൻ്റെ ഇമ്പോർട്ടൻസ് അതർ കൺട്രീസിലും സ്റ്റഡി ചെയ്തുകൊണ്ടേയുണ്ട്. എന്തിനാ? അതായത് ലൈഫ് ത്രെട്ടനിങ് ഡിസീസിനൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ധാരാളം ലൈഫ് ത്രെട്ടനിങ് ഡിസീസിന് ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഇനിയും ഡിസ്കവർ ചെയ്യാനുണ്ട്. ലൈക്ക് അൽഷിമേഴ്സ്, HIV, ക്രോണിക് പെയിൻ, മലേറിയ. അപ്പോൾ ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഡിസീസ് മറ്റ് കൺട്രീസിലൊക്കെ സ്റ്റഡീസ് എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. മെനി നാച്ചുറൽ ഡ്രഗ്സ് ക്ലിനിക്കൽ ട്രയൽസിൻ്റെ കീഴിലുള്ള ഡ്രഗ്സും ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് റോൾ ഓഫ് ഫാർമക്കോഗ്നസി ഇൻ അലോപ്പതി പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ.